തൊഴിലുറപ്പിന് പോകാനൊരുങ്ങി കൂദാശ മാഫിയകൾ. കേന്ദ്രം FCRA നിയമം കടുപ്പിച്ചാൽ, വിദേശത്തു നിന്നുള്ള ഫണ്ട് വരവ് നിയന്ത്രണ വിധേയമാക്കിയാൽ കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളി മാഫിയകൾ തൊഴിലുറപ്പിന് പോകേണ്ടി വരുമോ? തീർച്ചയായും പോകേണ്ടി വരും. പക്ഷേ സമീപ ഭാവിയിലൊന്നും ഈ പണിക്ക് ഇറങ്ങേണ്ടി വരില്ല. കാരണം കുറഞ്ഞതൊരു 50 വർഷം ഒരു വരുമാനമില്ലെങ്കിലും കഴിഞ്ഞുകൂടുവാനുള്ള സ്ഥാവര ജംഗമ വസ്തുവകകൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന അപകടം മനസ്സിലാക്കി കഴിഞ്ഞ 50 വർഷം ഇപ്രകാരം ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പല മേഖലകളിലും മേടിച്ചു കൂട്ടിയ വസ്തുവകകൾ, കെട്ടിടങ്ങളടക്കം കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുവാനുള്ള ശ്രമത്തിലാണ് പ്രഗത്ഭരായ ചില ആത്മീയ കുർബ സംഘടനകളും സഭകളും. വിശ്വാസികൾ ഒരു കാര്യം ചിന്തിക്കുക. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ 79 കൊല്ലത്തെ കാര്യമെടുത്താൽ വളർന്നത് വിശ്വാസികളോ സഭകളോ? വിശ്വാസികൾക്ക് നാം സഭകൾ എന്ന് വിളിക്കുന്ന ഈ പ്രസ്ഥാനം കൊണ്ട് എന്ത് നേട്ടങ്ങൾ ഇതുവരെ ഉണ്ടായി? എന്നാൽ ഈ സഭകൾ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കൊണ്ട് പൗരോഹിത്യവർഗത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? വിശ്വാസിയുടെ സമ്പത്തും സഭയുടെ സമ്പത്തും ഒന്ന് തുലനം ചെയ്ത് നോക്കുക. വിശ്വാസി എന്നും കൊടുക്കുവാൻ വിധിക്കപ്പെട്ടവൻ. എന്തിന്? അനുഗ്രഹം കിട്ടുവാൻ. ദൈവാനുഗ്രഹം ഇവർ മുഖേന കിട്ടുകയുള്ളൂ പോലും. ഈ ചിന്താഗതി ഇപ്പോഴും വെച്ചു പുലർത്തുന്നവരെയാണ് നാം A ക്ലാസ് മൊണ്ണകൾ അല്ലെങ്കിൽ A ക്ലാസ് സർട്ടിഫൈഡ് മൊണ്ണകൾ എന്ന് വിളിക്കുന്നത്. വിശ്വാസികൾക്ക് അനുഗ്രഹം കൊണ്ട് ജീവിക്കാമത്രേ. എന്നാൽ പൗരോഹിത്യവർഗത്തിന് ഈ അനുഗ്രഹം പുഴുങ്ങിത്തിന്നാൽ കാര്യം നടക്കില്ല അത്രേ. നൈറ്റ് മേടിച്ചിടണം, വണ്ടിയിൽ പെട്രോൾ അടിക്കണം, അണ്ടിപ്പരിപ്പും വൈനും അടിക്കണം, ഓയിൽ ചേഞ്ചിങ്ങിന് പോകണം. ഇവിടങ്ങളിൽ പോയി അനുഗ്രഹം വാരി വിതറിയാൽ കുരിഞ്ചു നിർത്തി കൂമ്പിനിടിക്കും. ഒരു മയവും കാണില്ല. അപ്പോൾ എന്തു വേണം? കുഞ്ഞാടുകളുടെ നേർച്ചക്കാശ് വേണം. കാലിത്തൊഴുത്തിൽ പിറന്നവന്റെ, അർദ്ധനഗ്നനായ ക്രൂശിന്മേലേറിയവന്റെ, യൗവനകാലത്ത് മരപ്പണിക്കാരനായവന്റെ, അപ്രകാരം തൊഴിലെടുത്ത് കുടുംബം പോറ്റിയവന്റെ, ആ വചനം വിൽപ്പനക്കാരന്മാർക്ക് താമസിക്കുവാൻ കൊട്ടാര സദൃശ്യമായ അരമനകൾ, സഞ്ചരിക്കുവാൻ ലംബോർഗിനിയും മെഴ്സിഡസ് ബെൻസും, കഴുതമേലേറിയോനെ കളിയാക്കാൻ മെഴ്സിഡസും, അങ്ങനെ പല വർണ്ണങ്ങളിൽ അണിയുന്ന നൈറ്റികളും തലപ്പാവുകളും, അണിയുവാൻ പലതരത്തിലുള്ള മാലകൾ, കഴിക്കുവാൻ മേശയൊരുക്കൽ. ഇന്നിവന്മാർക്കില്ലാത്ത കച്ചവടങ്ങളില്ല. മെഡിക്കൽ കോളേജുകൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എന്തിന് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ വരെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഒന്നുകിൽ ഒരുവനെ പകച്ച് മറ്റൊരുവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുവനോട് പറ്റി നിന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇന്ന് 45,000-ത്തിലധികം ക്രൈസ്തവ സഭകൾ ഉണ്ടെന്ന് പലരും പറയാറുണ്ട്. ദയവായി ഇതിനെയൊന്നും ക്രൈസ്തവ സഭകൾ എന്ന് വിളിക്കരുത്. മാമോൻ സേവകരുടെ സംഘടനകൾ എന്ന് വേണം ഇതിനെയൊക്കെ വിശേഷിപ്പിക്കുവാൻ. കാരണം എന്തിനും ഏതിനും പണം. മാമോദിസായ്ക്ക്, വിവാഹത്തിന്, എന്തിന് ശവോടക്കിന് പോലും പണം. പിന്നെ നേർച്ച, സ്തോത്രകാഴ്ച, ദശാംശം, പലതരം പിരിവുകൾ, കവർ പിരിവുകൾ, പണമില്ലാത്തൊരു ഇടപാടുമില്ല. സകല കാര്യത്തിനും ഇടവുകളിൽ പിരിവുകളുണ്ട്. പിന്നെ വിദേശത്തു നിന്നും കൊണ്ടുവരുന്ന ശതകോടികൾ എവിടേക്ക് പോകുന്നു? എന്തിന് ചെലവാക്കുന്നു? ഇവർ എങ്ങനെ ഈ പണം ഉപയോഗിക്കുന്നു? കുടുംബവും കൂടപ്പുറപ്പുകളും കുട്ടികളുമില്ലാതെ നടക്കുന്ന ഈ കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികൾ ഈ പണം കൊണ്ട് എന്ത് ചെയ്യുന്നു? വിശ്വാസികൾക്ക് അറിയണ്ടേ മൊണ്ണകളെ? സർക്കാരിന് അറിയണ്ടേ? പരിധിയില്ലാത്ത കള്ളപ്പണം കയ്യിൽ വെച്ച് സമാന്തര സമ്പദ് വ്യവസ്ഥകളായി, പാരലൽ ഗവൺമെന്റുകളായി വർത്തിക്കുന്ന ഈ മാമോന്റെ സേവകരായ ഈ മോന്മാരെ നിയന്ത്രിക്കേണ്ടുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. കള്ളപ്പണം കൈയാളുന്ന സഭകളുടെ ഏറ്റവും വലിയ വിക്ടിംസ് അഥവാ ഇരകൾ വിശ്വാസികളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇവർ കാണിക്കുന്ന അഹങ്കാരവും അഹന്തയും നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത കൊണ്ടുവരുന്നതിനാണ് FCRA നിയമ ഭേദഗതി കൊണ്ടുവരുവാൻ സർക്കാർ ആലോചിക്കുന്നത്. കണക്കുകളിൽ സുതാര്യത, കൃത്യത കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ കൂദാശ മാഫിയകൾ ഹാലിളകുന്നത് എന്തുകൊണ്ടാണ്? ഇവർ എന്തിനാണ് ഭയപ്പെടുന്നത്? കണക്കുകളിൽ കൃത്യതയും സുതാര്യതയും വരുന്നത് നല്ലതല്ലേ? പള്ളി പണിയൽ, പള്ളി പുതുക്കിപ്പണിയാൻ, മതഗ്രന്ഥങ്ങൾ ഉണ്ടാക്കാൻ, മതവിദ്യാഭ്യാസം, ധാർമ്മിക ബോധവൽക്കരണം, സത്സംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, ധ്യാന ക്യാമ്പുകൾ, ഇതിനൊക്കെ പണം വിനിയോഗിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ മതപരിവർത്തനം പാടില്ല എന്ന്
പുതിയ നിയമ ഭേദഗതിയിൽ പറയുന്നു. കഴിഞ്ഞ 79 വർഷം കിട്ടിയിട്ടും ഒരു മനപരിവർത്തനം പോലും നടത്തുവാൻ കഴിയാത്തവന്മാർ എന്തിനാണ് മതപരിവർത്തനത്തിന് ഇവിടെ ഇറങ്ങുന്നത്? ഇത് സഭകളുടെ മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികൾ നിലവിളിക്കുന്നത് പച്ചക്കള്ളമാണ്. അതുപോലെ 2026 മുമ്പ് രജിസ്റ്റർ ചെയ്ത എല്ലാ സംഘടനകൾക്കും അവരുടെ രജിസ്ട്രേഷനിൽ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക ലക്ഷ്യങ്ങളും പ്രവർത്തന മേഖലയും വ്യക്തമാക്കണമെന്ന് നിയമ ഭേദഗതിയിൽ കൃത്യമായി പറയുന്നു. ഇതുവരെ അറിയിക്കാത്തവർക്ക് അത് അറിയിക്കുവാൻ 1 വർഷം സമയവും സർക്കാർ നൽകിയിട്ടുണ്ട്. തങ്ങളുടെ പ്രവർത്തന മേഖല ഇതാണെന്ന് പറയുവാൻ ഇവന്മാർ മടിക്കുന്നത് എന്തിനാണ്? അതുപോലെ പ്രവർത്തനരഹിതമായ NGO-കൾ ലൈസൻസ് തുടരുന്നത് തടയുന്നതിനായി പുതിയ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 സാമ്പത്തിക വർഷത്തിനിടയിൽ തങ്ങൾ തിരഞ്ഞെടുത്ത പ്രവർത്തനങ്ങൾക്കായി വിദേശ സംഭാവനയിൽ നിന്ന് സംഘടനകൾ കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും ചെലവിട്ടിരിക്കണം. ഇത് ചെയ്യാത്തവർക്ക് രജിസ്ട്രേഷൻ നഷ്ടമാകും. രജിസ്ട്രേഷൻ പുതുക്കുന്നതിനും റദ്ദാക്കൽ ഒഴിവാക്കുന്നതിനും ഈ മാനദണ്ഡം ബാധകമായിരിക്കും. ഇത് വളരെ നല്ലൊരു കാര്യമല്ലേ? കാരണം പ്രവർത്തനം നിലച്ച FCRA ഉള്ള സംഘടനകളെ കോടികൾ കൊടുത്ത് പണം കടത്തുന്നുണ്ട് ഇവിടെ. പെടുമരണമടഞ്ഞ KP യോഹന്നാന്റെ ഗോസ്പൽ ഫോർ ഏഷ്യ ഉൾപ്പെടെയുള്ളവയുടെ FCRA അക്കൗണ്ടുകൾ മരവിപ്പിച്ചപ്പോൾ ഹൈന്ദവ ഇസ്ലാമിക സംഘടനകളുടെ FCRA ഉള്ള സംഘടനകൾ വഴി കോടികൾ ഇവർ കടത്തി. ഇത് തടയണമെങ്കിൽ ഈ നിയമ ഭേദഗതി അത്യാവശ്യമാണ്. അതുപോലെ മുൻകൂർ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ആവശ്യത്തിനായി വിദേശ ഫണ്ട് ലഭിക്കുന്ന NGO-കൾക്കും പണം വിനിയോഗത്തിൽ നിയന്ത്രണമുണ്ട്. ആദ്യ ഗഡുവിന്റെ കുറഞ്ഞത് 75% തുക വിനിയോഗിച്ച ശേഷം മാത്രമേ ഇവർക്ക് 2ാം ഗഡുവോ തുടർന്നുള്ള ഗഡുക്കളോ അനുവദിക്കുകയുള്ളൂ. വാർഷിക റിട്ടേണുകളിൽ സാമ്പത്തിക കണക്കുകൾക്കൊപ്പം വിശദമായ പ്രവർത്തന റിപ്പോർട്ടും ഉൾപ്പെടുത്തണം. വിനിയോഗം പരിശോധിക്കുവാൻ സർക്കാർ ഫീൽഡ് അന്വേഷണവും നടത്തണം. എന്തിനാണ് ഇത് ചെലവഴിച്ചെന്നറിയണ്ടേ? അതുപോലെ FCRA രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഇനി അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, വെബ്സൈറ്റുകൾ എന്നിവ സർക്കാരിനോട് വെളിപ്പെടുത്തണം. എന്തൊക്കെയാണ് ഇവന്മാർ നാട്ടുകാരോട് പറയുന്നത് എന്നറിയണ്ടേ? സ്ഥാപനമോ ഭാരവാഹികളോ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രസിദ്ധീകരണ പ്രവർത്തനം നടത്തിയാൽ അതിൻ്റെ വിശദാംശങ്ങൾ വാർഷിക റിട്ടേണിൽ അറിയിക്കണം. പുസ്തകം, മാസിക എന്നിവയ്ക്ക് പുറമെ പത്രങ്ങളിൽ വരുന്ന ലേഖനങ്ങൾ പോലും ഇത്തരത്തിൽ വെളിപ്പെടുത്തണം. ഉള്ളടക്കത്തിന്റെ ചുരുക്കവും വെളിപ്പെടുത്തണം. അനുവദിച്ച പ്രവർത്തനങ്ങൾക്കല്ലാതെ FCRA ഫണ്ട് ഉപയോഗിച്ചാൽ കുറഞ്ഞത് 1 ലക്ഷം രൂപയായിരിക്കും പിഴ. ദുരുപയോഗിക്കപ്പെട്ട തുക 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30% വരെ പിഴയായി ഈടാക്കാം. ഭരണപരമായ ചെലവുകൾ പരിധി വിട്ടാലും ലഭിച്ച തുക ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിച്ചാലും മിനിമം 1 ലക്ഷം രൂപ പിഴ നൽകേണ്ടി വരും. ഇതൊക്കെ വളരെ ന്യായമായ കൃത്യമായ ഭേദഗതികളല്ലേ? ഇതിനിവർ എന്തിനാണ് ഹാലിളകുന്നത്? ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം വേണ്ടേ? സുതാര്യത വേണ്ടേ? ഇതിനെയാണ് കൂദാശമാവികൾ ഇത് ക്രൈസ്തവ സഭകൾക്കെതിരെയുള്ള സർക്കാരിന്റെ കടന്നുകയറ്റമാണ് എന്നും പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, അവരിൽ കാളകൂടവിഷം കുത്തിവെക്കുന്നത്. ഇവരുടെ ഭയപ്പാടിനുള്ള യഥാർത്ഥ കാരണം ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ പറയുന്നതാണ്. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് മൈ ചർച്ച് എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ശ്രീ AV തോമസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതാണ്. എന്റെ ഭവനം എന്റെ ആലയം എന്ന ആശയത്തോടെ പ്രവർത്തിക്കുന്ന മൈ ചർച്ചിൽ പള്ളികളില്ല, പാതിരികളില്ല, പാസ്റ്റർമാരില്ല, പിരിവുകളുമില്ല. പ്രാർത്ഥന നേരിട്ട് ദൈവത്തോട് മാത്രം. വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ തമ്മിൽ കടുത്ത സ്നേഹം, അവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാനും അതുപോലെ പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കാനും ഒക്കെ തീരുമാനിച്ചിരിക്കുക. കാരണം FCRA വിഷയത്തിൽ ഒരു നിയമ ഭേദഗതികൾക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരമുള്ള ഒരു പ്രത്യേക സ്നേഹവും കൂടിയിരിക്കലും പ്രാർത്ഥനായജ്ഞവും ഒക്കെ. എന്ത് തോന്നുന്നു? ഇവര് നിയമപ്രകാരം FCRA വരുന്നതിനകത്ത് എന്തിനാ ഈ വെപ്രാളം പിടിക്കുന്നത്? നിയമപ്രകാരം എല്ലാ കാര്യവും ചെയ്യുന്നതിന് അവരെ വിശുദ്ധ വേദപുസ്തകം അഡ്വൈസ് ചെയ്യുന്നുണ്ട്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് റോമ ലേഖനത്തിൽ പറയുന്നത്. ഭരിക്കുന്ന ആൾക്കാർക്ക് അധികാരം കിട്ടുന്നത് ദൈവത്തിൽ നിന്നാ. അങ്ങനെ ഒരു അധികാരം കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ മേൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അധികാരം ഉണ്ടെങ്കിൽ അത് ദൈവം കൊടുത്തതാ. രണ്ടാമത്, ഈ ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, ഇപ്പോഴിതുപോലൊക്കെ വരുന്ന ഉടനെ മാത്രം സ്നേഹം നടിക്കേണ്ടതല്ല.
ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആയിരിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതെ. ഇത് ശവം പോലും അടക്കാൻ അനുവദിക്കാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ടയിടുന്നത് പൈശാചികമാണ്. സ്നേഹം ആചരിപ്പീൻ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു. സ്നേഹം ആചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഗതികൾ ഒന്നും നമ്മൾ ഉടക്ക് ഇടുന്നതിനും വഴക്കിടുന്നതിനും ഒന്നും പോവുകയില്ല. നമ്മൾ സ്നേഹം ആചരിക്കാനാണ് യേശുദമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ഈ നിയമം കൊണ്ടുവരുന്നത് റെഗുലേഷൻ നടത്തിക്കുന്നതിന് വേണ്ടിയാ. എല്ലാ തരത്തിലും നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് FCRA ഈ വിഷയം വന്നത്. ഇതിനെ എതിർക്കാൻ നമ്മൾ നിൽക്കാൻ പാടില്ല. നീതിപൂർവമായ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണം സ്വീകരിക്കുന്നതിനും ചെലവാക്കുന്നതിനും ഗവൺമെന്റ് ഒരു തടസ്സവും ചെയ്യുന്നില്ല. പിന്നെ ഇവർ ഈ രീതിയിൽ ഗവൺമെന്റിനെ എതിർക്കുന്നത് ക്രിസ്തീയമല്ല. പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നുണ്ട്, സ്നേഹം ആചരിപ്പീൻ. ഈ സ്നേഹം ആചരിക്കുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഇഷ്യൂസ് ഒന്നും വരികയില്ല. കാരണം എന്താണെന്ന് വെച്ചിരുന്നാൽ, ഗവൺമെന്റ് ഒരു കാര്യം ഇമ്പോസ് ചെയ്യാനായിട്ട് വരുന്നത് നമ്മൾ അത് അനുകരിക്കുന്നില്ല, നിയമത്തെ നമ്മൾ ബഹുമാനിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഗവൺമെന്റ് ഒരു കാര്യം ഇമ്പോസ് ചെയ്യാൻ വരുന്നത്. അതിന് പകരം ഭാഷകൾക്കും അധികാരങ്ങൾക്കും കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന് പറഞ്ഞ വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. നിയമപരമായി പണം കൈപ്പറ്റുന്നതിനും നല്ല കാര്യത്തിന് അത് ഉപയോഗിക്കുന്നതിനും ഒരു തടസ്സവും ഇല്ല. എന്തിനാണ് സഹോദരന്മാർ ഇങ്ങനെ തമ്മിൽ ശണ്ടയിടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പൊ കാണിക്കുന്നത് വെറും പ്രഹസനമല്ലേ? മാമോന്റെ കാര്യം വരുമ്പോൾ മാത്രം ഒരുമിക്കുകയും ദൈവികമായ കാര്യങ്ങളിൽ സഹോദരന്റെ പള്ളികളിൽ പോലും ഒരു ആരാധനയ്ക്ക് പോലും കയറില്ല, മൃതശരീരം പോലും അടക്കുവാൻ സമ്മതിക്കത്തില്ല, വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒന്നും ഒരു ഐക്യവും ഇല്ലാതെ മാമോന്റെ കാര്യം മാത്രം വരുമ്പോൾ തോളിൽ കൈയിട്ടിരിക്കുകയും വട്ടമേശ സമ്മേളനം നടത്തുകയും പ്രാർത്ഥനയും നടത്തുന്നത്, ഇതിനോട് എങ്ങനെ പ്രതികരിക്കാം? ഇതിനോടാണ് ഞാൻ മുൻപ് പറഞ്ഞത്, ഇവരെല്ലാം പിശാചിന്റെ കയ്യിലെ ചട്ടുകങ്ങളാണ്. ഇവരുടെ മനസാക്ഷിയോ ദൈവത്തിന്റെ കൽപ്പനകളോ അല്ല ഇവരെ നയിക്കുന്നത്. പിശാച് ഇവരോട് പറയും, അവരതുപോലെ പ്രവർത്തിക്കും. അത് കാണുമ്പോഴാണ് ആൾക്കാർ നമ്മളെ പൊതുവെ ഭർഷിക്കുന്നത്. അത് ഇവർ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. വാസ്തവത്തിൽ FCRA ആ റെഗുലേഷനെ സ്വീകരിക്കുന്നതിന് ഒരു വിശ്വാസിക്ക് യാതൊരു തടസ്സവും അനുഭവപ്പെടുകയില്ല എന്നുള്ള അഭിപ്രായമാണ് എന്റേത്. ഞാൻ പറഞ്ഞത് 100% കറക്റ്റാ. കാരണം ഇവര് പള്ളി പണിയുവാനായിട്ട് ഫണ്ട് കൊണ്ടുവരുന്നതിന് അത് പ്രോബ്ലം വരുന്നില്ല, പുനരുത്ഥാനത്തിന് ഫണ്ട് കൊണ്ടുവരുന്നതിന് തടസ്സം പറയുന്നില്ല, അതുപോലെ വിദ്യാഭ്യാസ പദ്ധതി, സഹായ പദ്ധതികള്, ചികിത്സാ സഹായ പദ്ധതികൾക്കൊന്നും അവര് എതിരല്ല. അതുപോലെ വേദഗ്രന്ഥങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിനും എതിരല്ല. അവർ അടിവരയിട്ട് പറയുന്ന കാര്യം വെച്ചാൽ മതപരിവർത്തനത്തിന് ഈ പണം ഉപയോഗിക്കരുത് എന്ന് മാത്രമാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അവർ എന്തിനെതിരെ വിമർശിക്കണം, എതിർക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ പണം ഗൂഢമായ മറ്റു പല കാര്യങ്ങൾക്കും ഇവർ ഉപയോഗിക്കുന്നു, അതാണ് ഇവർക്ക് മുഖ്യം എന്നല്ലേ? ബാക്കിയുള്ള വിശ്വാസപരമായ സഭാപരമായ കാര്യങ്ങൾക്കൊന്നും ഈ പണം കൊണ്ടുവരുവാനോ ചെലവഴിക്കാനോ തടസ്സം ഇല്ലെന്നിരിക്കെ ഇവർ ഭയക്കുന്നത് പിന്നെ എന്തിനെയായിരിക്കാം? ഭയക്കുന്നത് അനാവശ്യമായി ധൂർത്തടിക്കാൻ ഇവർക്ക് ഉള്ള ഒരു മാർഗമായിട്ട് കണ്ടുവച്ചിരിക്കുകയാണ് ഇത്. ഈ പണം അവർ സ്വീകരിച്ചിട്ട് അർഹത ഉള്ളവർക്ക് വേണ്ട എന്താണ് ചെയ്യുന്നതിനും ഗവൺമെന്റിന്റെ യാതൊരു ഒബ്ജക്ഷനും ഒരിടത്തും ഇല്ല. പിന്നെന്താണ് ഞാനീ പറയാണ്, ധൂർത്ത്. എല്ലാം ധൂർത്താണ്. ഒരു ആരാധനാലയം വെക്കുന്നതിന് വേണ്ട പൈസയുടെ 100 ഇരട്ടി ചെലവാക്കിയിട്ട് എന്തിനിതുണ്ടാക്കുന്നു? അങ്ങനെ ഓരോ കാര്യങ്ങളും ധൂർത്ത്. അതിനാണ് ഇവർക്ക് താല്പര്യം, അതിനാണ് ഇത് തടസ്സമാണെന്ന് ഇവർക്ക് തോന്നുന്നത്. പക്ഷെ തടസ്സമല്ല, അതാണ് വസ്തുത. ഇവിടെയല്ലേ മൈ ചർച്ചിന്റെ പ്രസക്തി. അതായത് ഇത്തരത്തിലുള്ള യാതൊരുവിധ ധൂർത്തിനോ പണത്തിനോ യാതൊരു തരത്തിലുള്ള പിരിവില്ല,
സംഭാവനകളില്ല, ആരാധനാലയങ്ങൾ പണി കഴിപ്പിക്കുന്നില്ല, എന്റെ ഭവനം എന്റെ ആലയം എന്ന ആശയവും അതുപോലെ ഒരു ഇടയനും ഒരു ആട്ടിൻ പറ്റുമെന്ന നിലയ്ക്ക് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മൈ ചർച്ചിന്റെ ഒരു പ്രസക്തി സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പോൾ സുനിൽ പറഞ്ഞതിന്റെ പേരാണ് സുവിശേഷം. ഇതിന് നമ്മുടെ ഗവൺമെന്റ് ഒരിക്കലും ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല. അതേ സമയത്ത് ഇവർക്ക് പല ഗൂഢമായ ആലോചനകളും അതിനുവേണ്ടി കണ്ടമാനം ധൂർത്തടിക്കുന്നതിനും ഇവർ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം വന്നു ചേരുന്നതാണ്. മൈ ചർച്ചിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പൈസ പോലും ദുർവിനിയോഗം ചെയ്യാൻ മൈ ചർച്ച് ആരെയും അനുവദിക്കുന്നില്ല. മൈ ചർച്ച് ഈസ് ഗോഡ് ചർച്ച്. ആ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം സ്നേഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിലും കലാശിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.